മുഖക്കുരു വരാതിരിക്കാൻ ഇവ ശ്രദ്ധിക്കാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ചർമ്മത്തിലെ മൃതകോശങ്ങളും മറ്റ് അഴുക്കുകളും വന്നടിഞ്ഞ് രോമകൂപങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് മുഖക്കുരു. ഇത് പ്രതിരോധിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനാകും. മുഖം വൃത്തിയായി സൂക്ഷിക്കുക. ദിവസവും 2 തവണ മുഖം കഴുകണം. അഴുക്കും മൃതകോശങ്ങളും എണ്ണയും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. വീര്യം കുറഞ്ഞ ഫേസ് വാഷോ ഇളം ചൂടുവെള്ളമോ മുഖം കഴുകാൻ ഉപയോഗിക്കാം. വീര്യം കൂടിയ സോപ്പ് ഒഴിവാക്കണം. വൃത്തിയായി ഇരിക്കട്ടെ എന്നു കരുതി ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് നല്ലതല്ല. മുഖം ഉരച്ചു കഴുകരുത്. ശക്തിയിൽ അമർത്തി ഉരച്ചു കഴുകുന്നത് മുഖചർമ്മം കേടുവരുത്തും. കൈകൾ കൊണ്ടോ മൃദുവായ തുണി ഉപയോഗിച്ചോ വളരെ പതുക്കെ വേണം കഴുകാൻ. മോയ്സ്ചറൈസ് ചെയ്യാം. മുഖക്കുരു നിയന്ത്രിക്കാനുള്ള പല മരുന്നുകളും ചർമ്മം വരളാൻ ഇടയാക്കുന്നവയാണ്. അതിനാൽ നല്ല മോയ്സ്ചറൈസർ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. മുഖക്കുരു ഉണ്ടാക്കില്ലെന്ന് ലേബലിൽ കാണിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക. ഓരോ ചർമ്മക്കാർക്കും യോജിച്ച തരത്തിലുള്ള മോയ്സ്ചറൈസർ ലഭ്യമാണ്. മേക്കപ്പ് ഇട്ട് ഉറങ്ങരുത്. ഉറങ്ങാൻ പോകും മുമ്പ് മുഖത്തെ മേക്കപ്പ് വൃത്തിയായി കഴുകി കളയണം. ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കഴിയുമെങ്കിൽ ഉപയോഗിക്കുക. അവയിൽ ഡൈയോ മറ്റു വസ്തുക്കളോ അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വാങ്ങും മുമ്പ് എന്തൊക്കെ വസ്തുക്കളാണ് അതിൽ അടങ്ങിയതെന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. മുഖക്കുരുവിൽ തൊടരുത്. ഇടയ്ക്കിടെ മുഖക്കുരുവിൽ പിടിക്കുന്നത് ഒഴിവാക്കണം. അണുബാധ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുമെന്ന് മാത്രമല്ല, ഇത് മുഖക്കുരുവിന്റെ വീക്കം കൂട്ടുകയും ചെയ്യും. വെയിലിനെ സൂക്ഷിക്കണം. സൂര്യപ്രകാശം ഏൽക്കുന്നത് മുഖക്കുരുവിന്റെ വീക്കം കൂട്ടും. കഴിവതും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള സമയങ്ങളിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. വ്യായാമം ശീലമാക്കാം. പതിവായി വ്യായാമം ചെയ്യുന്നത് ചർമ്മത്തിന് ഉൾപ്പെടെ ശരീരത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യും. വ്യായാമത്തിന് ശേഷം കുളിക്കുകയും വേണം. ടെൻഷൻ, മാനസിക സമ്മർദ്ദം മുഖക്കുരു ഉണ്ടാക്കാം. ടെൻഷനുകളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ടെൻഷൻ അകറ്റാനുള്ള ടെക്നിക്കുകൾ ശീലിക്കുക.